അടുക്കള ടോപ്പാക്കാൻ Topline. Topline Kitchenware, the cooking specialist. Two Creative Minds Productionsന്റെ ബാനറിൽ സുമേഷ് ചന്ദ്രൻ ശിവദ എന്നിവർ അഭിനയിച്ച ജവാനും മുല്ലപ്പൂവും വിജയകരമായി പ്രദർശനം തുടരുന്നു. Mother has killed a baby in postpartum psychosis or depression. വീട്ടുകാർക്ക് അത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഇവരത് നോർമലാണ്, ഷീ നോട്ട് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അത് വിചാരിക്കുകയുള്ളൂ. ചില കേസസിൽ നമുക്ക് കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ല, ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, കെയർ ചെയ്യാൻ പറ്റുന്നില്ല, ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ സ്റ്റേ ബിയോണ്ട്. കൊച്ചിനെ വേറെ ആരും എടുക്കുന്ന ഇഷ്ടമല്ല, കൈ കഴിയിട്ട് കൊച്ചിനെ തൊടാവുള്ളൂ, ഇങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ. ഒരു OCD പിക്ചർ പോലെ ഉണ്ട്, പക്ഷേ ആസ് സച്ച് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കേസാണ്. സ്കൂൾ ടീച്ചർ ഹു ലവ്സ് ചിൽഡ്രൻ ഹാഡ് ദിസ് the urge to murder these children, that also not like sadharana murder, violently. She wanted to like abuse God. Devathinte picture aanu. I mean, she's a very religious child. She has a son who's like 7 years old or something like that. ആ കൊച്ചിനെ കൊല്ലണം എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പേടിയായിട്ട് she came. നമുക്ക് ഹേർട്ട് ആവുന്ന എന്ത് വേണമെങ്കിലും കാര്യം OCD ആയിട്ട് വരാം. I have to have only one partner, having sex with anybody that they see. Doesn't have to be someone that they are attracted to also. എന്താണ് ഈ ന്യൂലി മാരിഡ് കപ്പിൾസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? സ്നേഹിക്കുന്ന സമയത്തൊക്കെ നടന്ന പോലെ തന്നെ കല്യാണം കഴിച്ച് നടക്കണം. അത് മോസ്റ്റ്ലി ദ മെൻ ഡോണ്ട് ഡു ദാറ്റ്. ആൾക്കാർ ഡിപ്രഷൻ എല്ലാവരും ആണെന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. റീസൺ മോസ്റ്റ്ലി കാണില്ല. പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് വയ്യ, പക്ഷെ അത് ഫാമിലിയിൽ എപ്പോഴും ഡിസ്മിസ് ചെയ്ത് കളയും. ഒന്നുമില്ല, അവർക്ക് മടിയായിട്ടാ, അല്ലെങ്കിൽ അവന് മടിയായിട്ടാ ഒന്നും ചെയ്യാത്തത്. സുശാന്ത് സിംഗ് രാജ്പുത്ത് സൂയിസൈഡ് ചെയ്തത് ഡിപ്രഷന്റെ ഭാഗമായിട്ടാണ് എന്ന് കേട്ടിരുന്നു. അവർ പ്ലാൻ ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യുവാണെങ്കിൽ യൂഷ്വലി പ്ലാൻഡ് എന്ന് പറയുമ്പോൾ അവർ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ദേ വിൽ എൻഡ് അപ്പ് ഇൻ ഡെത്ത്. ഫീമെയിൽസിന്റെ സൂയിസൈഡ് അറ്റംപ്റ്റ് മോറാണ് കമ്പയർ ടു മെയിൽസ്. പക്ഷേ മരിച്ചു പോകുന്ന കൂടുതൽ മെയിൽസ് ആണ്. വെൽക്കം ടു ദ ഷോ. ഹലോ ഡോക്ടർ. നമ്മളിപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണെന്ന് തോന്നുന്നു ഡിപ്രഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു വിഷമം വന്നാലും നമ്മൾ പറയും നമുക്ക് ഡിപ്രഷൻ ആണെന്ന്. അപ്പോൾ ഈ സത്യത്തിൽ എന്താണ് ഈ ഡിപ്രഷൻ? പല തരത്തിലുള്ള ഡിപ്രഷൻ നമ്മൾ കേൾക്കുന്നു, OCD-യെ കുറിച്ച് കേൾക്കുന്നു, ആങ്സൈറ്റിയെ കുറിച്ച് കേൾക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് സംസാരിക്കാനുള്ളത് ഡോക്ടർ ജ്യോതി നായരാണ്, സൈക്യാട്രിസ്റ്റ് ആണ്. വെൽക്കം ഡോക്ടർ ടു ദ ഷോ. താങ്ക് യു. ഈ പല സെലിബ്രിറ്റികളും ഡിപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നിപ്പോൾ വളരെ തുറന്നു പറയുന്നത് കണ്ടിട്ടുണ്ട്. സുശാന്ത് സിംഗ് രാജ്പുത്ത് സൂയിസൈഡ് ചെയ്തത് ഡിപ്രഷന്റെ ഭാഗമായിട്ടാണ് എന്ന് കേട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ സൂയിസൈഡ് എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഈ സൂയിസൈഡ് എന്നുള്ളൊരു ടെൻഡൻസി വരുന്നത്? വെരി ഹൈലി സീൻ ഡിപ്രഷനിലാണ്. ഇപ്പോൾ ബൈപ്പോളാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡിപ്രഷൻ മേനിയാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഡിപ്രസീവ് ഫേസിലാണ് ഇവർ യൂഷ്വലി സൂയിസൈഡ് ചെയ്യുക. ആൻഡ് സുശാന്ത് സിംഗ് രാജ്പൂത്ത് ഐ തിങ്ക് ദ ഡയഗ്നോസിസ് സെഡ് വാസ് ബൈപ്പോളാർ. അല്ലാതെ ഡിപ്രഷനിലുണ്ടാവും. പിന്നെ മിക്കവാറും കുറേ സൈക്കാട്രിക് ഇൽനെസ്സിൽ ഉള്ളതാണിത്. അഡിക്ഷനിലായാലും ഉണ്ട്, പിന്നെ സ്കിസോഫ്രീനിയയിലുണ്ട്. സോ ഇറ്റ് ഇസ് കോമൺ ഇൻ എ ലോട്ട് ഓഫ് സൈക്കാട്രിക് ഇൽനെസ്സസ്. അൺട്രീറ്റഡ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെന്റ് കിട്ടാത്തവരാണെന്ന് പറഞ്ഞാൽ അഡിക്വറ്റ് ട്രീറ്റ്മെന്റ് ഇല്ല. അല്ല, അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് വന്ന് പറയൂ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയല്ലോ ചെയ്യുക. നോർമലി അവരതങ്ങ് അങ്ങനെ ആക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അത് ഇമ്പൾസീവ് ആയിട്ടുള്ള സൂയിസൈഡ് പല ടൈപ്പ് ഉണ്ട്. ഇമ്പൾസീവ് പ്ലാൻഡ്. അപ്പം സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലാൻ ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യുവാണെങ്കിൽ യൂഷ്വലി പ്ലാൻഡ് എന്ന് പറയുമ്പോൾ അവർ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അത് യൂഷ്വലി ദേ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ദേ വോണ്ട് ടു. അപ്പോൾ അതൊരു കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരിക്കും. അപ്പോൾ യൂഷ്വലി വിൽ എൻഡ് അപ്പ് ഇൻ സൂയിസൈഡ് ഇറ്റ്സെൽഫ്. ദേ വിൽ എൻഡ് അപ്പ് ഇൻ ഡെത്ത്. ഇല്ല, ഇമ്പൾസീവ് ആയിട്ട് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു വഴക്കിട്ടു ഉടനെ പോയി ഇതെടുത്ത് കഴിക്കുക, അത് മൈറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ബി അൺസക്സസ്ഫുൾ. ഓക്കെ. പിന്നെ ദർ ആർ സ്റ്റഡീസ് ഓൾസോ വിച്ച് ഷോ ദറ്റ് ഫീമെയിൽസിന്റെ അറ്റംപ്റ്റ് ആക്ച്വലി സൂയിസൈഡ് അറ്റംപ്റ്റ് മോറാണ് കമ്പയർ ടു മെയിൽസ്. പക്ഷേ മെയിൽസ് ആക്ച്വലി ഡു മോർ കംപ്ലീറ്റഡ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന കൂടുതൽ മെയിൽസ് ആണ്. കാരണം എന്താണ്? ബിക്കോസ് ദേ ടെൻ ടു ഡു യൂസ് മോർ വയലന്റ് മെത്തേഡ്സ്. കുറച്ചും കൂടെ അവർ സിവിയർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മെൻ സൂയിസൈഡ് അറ്റംപ്റ്റ് കുറവാണെങ്കിലും കൂടുതൽ കംപ്ലീറ്റ് സൂയിസൈഡ് ഡെത്ത് റേറ്റ് മെൻസിലാണ് കൂടുതൽ. പിന്നെ സൂയിസൈഡ് ഇപ്പോൾ ഒരു പേഷ്യന്റ് ആരെങ്കിലും ദർ ഹാവ് ബിൻ മെനി കേസസ് ഇൻ വിച്ച് പേഷ്യന്റ് ആക്ച്വലി കംസ് ആൻഡ് ടെൽസ് എനിക്ക് ഭയങ്കര സൂയിസൈഡ് ആയിട്ട് ഡോക്ടർ എനിക്കത് ചെയ്യണ്ട, എനിക്കത് വേണ്ട, പക്ഷെ എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും, എന്ത് ചെയ്യും? അപ്പോൾ വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് പേഷ്യന്റ് ഇമ്മീഡിയറ്റ്ലി. ദാറ്റ് ഈസ് എ സൈക്കാട്രിക് എമർജൻസി. ഒരു പേഷ്യന്റ് കമ്മിങ് ആയിട്ട് ഇവരെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ദേ most probably commit suicide. So that we cannot let that happen. So അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുന്ന അഡ്മിഷൻ ആണ്. ആളുകൾക്ക് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വരാൻ പൊതുവെ കുറച്ച് പേടിയാണ്. കാരണം ആളുകൾ എപ്പോഴും പറയും ഒരു കൗൺസിലറെ കാണാം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാം. സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയാൽ പോരെ ആ ഡോക്ടറുടെ അടുത്തേക്ക് എന്ന് പറയാറുണ്ട്. ഡോക്ടർക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? യെസ് റീസെന്റ് ഉള്ളി ഒരു ഒരു ലേഡിയുടെ സൺ വാസ് അഡ്മിറ്റഡ് ഹിയർ ഒരു ഫോർ ഡ്രഗ് യൂസ്, മൾട്ടിപ്പിൾ ഡ്രഗ് യൂസ് ആയിട്ട്.
ആൻഡ് ദെൻ ഐ വാസ് ടോക്കിംഗ് ടു ദ ലേഡി അറ്റൻഡറിനോട് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു എനിക്കും ഡിപ്രഷൻ ഉള്ളതാണ്, ഞാനും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിപ്രഷനായിട്ട് എന്തിനാണ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയ കൗൺസിലിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തല്ലേ പോകണ്ടേ? അപ്പോൾ പറഞ്ഞു അല്ല സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തിൻ്റെ ഡോക്ടർ അല്ലേ? ഐ വാസ് ലൈക്ക് ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പോൾ ഓ ആണോ, ലൈക്ക് ഷി വാസ് ഇൻ ഷോക്ക്. അപ്പം ആൾക്കാരുടെ എന്തായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദാറ്റ് സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ്, എനിക്ക് വട്ടാണ്. ഓക്കെ, പിന്നെ മറ്റുള്ളവർ അങ്ങനെയായിരിക്കും എന്നെ കാണുക. സോ അത് വേണ്ട, സൈക്കോളജിന്റെ അടുത്ത് പോകാം, കുഴപ്പമില്ല. അതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ ഞാൻ പോകരുത്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ ഈ പറഞ്ഞ പോലെ മരുന്നുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്യില്ല. സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായി മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. ഇങ്ങനെ ഒരു ടെൻഷൻ ആളുകൾക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിന് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? യൂഷ്വലി ഇപ്പോൾ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ കേസ് ഇപ്പൊ എന്റെ അടുത്ത് വരുവാണെങ്കിൽ ആദ്യം വാട്ട് വി ഡു ഇസ് അസസ് ഡിപ്രഷൻ എന്താണ്, ഡയഗ്നോസിസ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ദർ ആർ സ്കെയിൽസ് ആക്ച്വലി. വി ഹാവ് ഹാം ഡി എന്നൊക്കെ പറഞ്ഞു ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ സിവിയറിറ്റി മെഷർ ചെയ്യാൻ. സോ മൈൽഡ് ആയിട്ടൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ മൈൽഡ് സ്ട്രെസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ മെഡിക്കേഷൻ ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാം. മൈൽഡ് ഓക്കെ സ്ട്രെസ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ മാരിറ്റൽ പ്രോബ്ലംസ് ആണ്, അതിനൊന്നും മെഡിസിൻസ് ആക്ച്വലി ആസ് സച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡിപ്പെൻഡിങ് ഓൺ ദ കേസ്, ഇൻഡിവിജ്വൽ കേസ് ബേസിസ്. പക്ഷേ മോഡറേറ്റ് ടു സിവിയർ ഡിപ്രഷൻ ആങ്സൈറ്റി ഡെഫിനറ്റ്ലി റിക്വയേഴ്സ് മെഡിക്കേഷൻ. അതാണ് എന്തായിരുന്നു സയൻസ് ഡിക്റ്റേറ്റ്സ് മെഡിക്കേഷൻസ്. ഇറ്റ്സ് നോട്ട് മീ പ്രിസ്ക്രൈബിങ് ദ മെഡിസിൻസ്. പക്ഷേ ശരിക്കും ഇഫ് യു വാണ്ട് ഫുൾ ബെനിഫിറ്റ് യെസ്. പിന്നെ CBT എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ കേസസിൽ ഈക്വലി മെഡിസിൻ്റെ അത്രയും ഈക്വലി എഫക്റ്റീവ് ആണ് ഇൻ മൈൽഡ് കേസസ്. സോ മൈൽഡ് ടു മോഡറേറ്റ് ഓക്കെ വി ക്യാൻ ട്രൈ. ഇപ്പോൾ മെഡിസിൻസ് വേണ്ട എന്നുള്ളവരാണ്. പിന്നെ എല്ലാ ഡിസിഷൻസും ആസ് എ സൈക്കാട്രിസ്റ്റ്, ആസ് എ മോഡേൺ സൈക്കാട്രിസ്റ്റ്, ഐ ബിലീവ് ഇസ് ലൈക്ക് എ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ്. പേഷ്യൻറ്റ് അൺവില്ലിംഗ് ആയിട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഫോഴ്സ് ദം ടു ടേക്ക് എനി മെഡിസിൻസ് വിച്ച് ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക്. സോ ഐ വിൽ ടെൽ ദം ഇതാണ് മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ്, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ആക്ട്. കഴിച്ചു കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അറ്റ് ദി എൻഡ് ഇഫ് ദേ ആർ വില്ലിംഗ് ടു ടേക്ക് യെസ് വി വിൽ പ്രിസ്ക്രൈബ്. അതാണ് ഇപ്പോഴത്തെ ആണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പൊ മിസ്ട്രീറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഡിപ്രഷൻ എന്ന് തോന്നുന്നത്. കാരണം എല്ലാവരും പറയും എനിക്ക് ഡിപ്രഷൻ ആണെന്ന്, ഞാനും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻ ആണെന്ന്. സത്യത്തിൽ എന്താണ് ഈ ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ ഡിപ്രഷൻ എല്ലാവരും ആണെന്ന് പറയുന്നത് പറഞ്ഞാൽ ദേ ആർ കൺഫ്യൂസിങ് ഡിപ്രഷൻ ആൻഡ് സാഡ്നെസ്. സാഡ്നെസ് ഇസ് എ നോർമൽ ഇമോഷൻ വിച്ച് എവറിബഡി എക്സ്പീരിയൻസസ്. ഇപ്പം നമ്മുടെ പെറ്റ് മരിച്ചു പോവുക അല്ലെങ്കിൽ നമ്മുടെ ജോലി പോവുക, ഫിനാൻഷ്യൽ ക്രൈസിസ്, all of us experience sadness. അയ്യോ എന്ത് ചെയ്യും, all that. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ there might be not a particular reason മോസ്റ്റ്ലി കാണില്ല. ഓക്കെ, യു ആർ ഡൂയിങ് വെരി വെൽ ഇൻ ലൈഫ്, കരിയർ ഒക്കെ ഓക്കെ ആണ്, പക്ഷെ അതിൻ്റെ ഇടയിലും യു ആർ ഫീലിംഗ് സാഡ് ഫോർ നോ റീസൺ. ഓക്കെ, ആൻഡ് പെർസിസ്റ്റൻ്റ് ആണ് ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ ഈ ആലോചിക്ക് മാത്രം വരുന്ന സാഡ്നെസ് അല്ല, ത്രൂ ഔട്ട് ദ ഡേ യു ആർ സാഡ്. ആൻഡ് അപ്പോൾ ലോ മൂഡ് വൺ തിങ്. സെക്കൻഡ് തിങ് ഇസ് ഈസി ഫറ്റീഗബിലിറ്റി, എനർജി കുറവ്. ഓക്കെ, സോ ഫീലിംഗ് വെരി ടയേർഡ്. പണ്ട് ഇഫ് യു ആർ ഏബിൾ ടു ഡു ലോട്ട് ഓഫ് തിങ്സ്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബെഡിൽ നിന്ന് എണീക്കാൻ പോലും ഉള്ള ഒരു എനർജി ഇല്ല, അല്ലെങ്കിൽ ഒരു ഡ്രസ്സപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനോ ഒരു പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിനാരിയോ. പിന്നെ തേർഡ് ക്രൈറ്റീരിയ ഇസ് നോട്ട് ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻ തിങ്സ് ദറ്റ് യു യൂസ് ടു ഫൈൻഡ് പ്ലെഷറബിൾ ബിഫോർ. ഇപ്പം നമുക്ക് മൂവി കാണാൻ ഇഷ്ടം, ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ റീഡിങ് ഓർ വോട്ടെവർ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാൻ, ഇപ്പം അതൊന്നും വേണ്ട. അതിനൊന്നും ആ പണ്ട് കിട്ടിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പ്ലെഷർ ഇപ്പോൾ കിട്ടുന്നില്ല. ദാറ്റ് ഇസ് കോൾഡ് ആൻഹിഡോണിയ ഇൻ സയൻറ്റിഫിക് ലാംഗ്വേജ്. സോ ഈ 3 things, ലോ മൂഡ്, എനർജിയ, ആൻഹിഡോണിയ, ഈ 3 കാറ്റഗറി, ഈ 3 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരാളെ ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോർ എ ഡ്യൂറേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 weeks. 2 weeks ഡ്യൂറേഷൻ വേണം. കാരണം ഉള്ളവർക്കും ഡിപ്രഷൻ ഉണ്ടാവാം. ഇപ്പം ആരെങ്കിലും മരിച്ചാലും നമുക്ക് ഡിപ്രഷൻ പോകാം. ദർ ഇസ് സംതിങ് കോൾഡ് ബിറീവ്മെൻറ്റ്. അതിൻ്റെയൊക്കെ ഒരു സ്റ്റേജ് ഉണ്ട്. ഓക്കെ, 6 months you can grieve if it is a close relation. പക്ഷെ അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അത് എന്തായിരുന്നു ഇറ്റ്സ് എ ഗ്രീഫ് ദാറ്റ് ഇസ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് അബ്നോർമൽ ഗ്രീഫ് അങ്ങനെയൊക്കെ പറയും. സോ ദോസ് തിങ്സ് ആർ ഓൾസോ ദർ. പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറീസ് എല്ലാം മീറ്റ് ചെയ്യണം. ദെൻ ദർ ആർ മൈനർ കാറ്റഗറീസ് ഓൾസോ ലൈക്ക് സൂയിസൈഡൽ ഐഡിയാസ് അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ്, സൂയിസൈഡ് ചെയ്യാൻ നോക്കുക. പിന്നെ സ്ലീപ്പ് അപ്പറ്റൈറ്റ് ഇതാകുക, ഡിസ്റ്റർബ്ഡ് ആകുക, നമുക്ക് ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഒരുപാട് സെൽഫ് ബ്ലെയിം, കുറ്റബോധം, ലൈക്ക് യു ഗിൽറ്റ്, യു ബ്ലെയിമിങ് യുവർ സെൽഫ് ആൻഡ് ഫീലിംഗ് ഗിൽറ്റി. ആയോ ഞാൻ ഇങ്ങനെയൊക്കെ പണ്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഇപ്പം വന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുക. പിന്നെ കോൺഫിഡൻസ് കുറയുക, സെൽഫ് എസ്റ്റീം കുറയുക, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല,
വാട്ട് ഇസ് ദ യൂസ് ഓഫ് മീ. അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്രഷൻ്റെ ഒരു ബേസിക് പിക്ചർ. ഓക്കെ, അപ്പൊ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റ് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഉണ്ടാവുമല്ലോ? ഡെഫിനറ്റ്ലി മെനി. അപ്പോൾ എന്താണ് അവർ വന്ന് പറയുന്ന ഒരു ഇഷ്യൂ എന്താണ്? ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി കുറേ കേസസ് വരുന്നത് വിത്ത് ഫിസിക്കൽ കംപ്ലയിൻസ് ആണ്. ഒരുപാട് പേര് ഇങ്ങനെ ഓരോ ഡോക്ടറെയൊക്കെ കണ്ട്, ഓർത്തോയെ കണ്ട് അല്ലെങ്കിൽ ഗാസ്ട്രോ ഒക്കെ കണ്ട് കറങ്ങി അടിച്ചാണ് ഇവിടെ എത്തുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി അവർ ഭയങ്കര എനിക്ക് അസിഡിറ്റി ആണ് ഇതൊക്കെ പറഞ്ഞ് ദേ ഹാവ് ഡൺ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ഇതെല്ലാം ചെയ്തു, ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, ഇതൊക്കെ എടുത്ത് കുറേ നാൾ കഴിഞ്ഞ് ശരിയാകാതെയാണ് ഇൻ ദി എൻഡ് എല്ലാം നോക്കിയിട്ട് ഇവർ പറയും ഒന്നുമില്ല, ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനിയിപ്പോൾ ശരിയാകേണ്ടതാണെന്ന് പറഞ്ഞു വിടുമ്പോഴാണ് ഇവൻച്വലി ദി എൻഡ് അപ്പ് ഹിയർ സേയിങ് ദാറ്റ് ഇത് മാറുന്നില്ല. അപ്പം ഡിപ്രഷൻ അല്ലെങ്കിൽ സൊമാറ്റോഫോം അങ്ങനെയൊക്കെയുള്ള കേസസിൽ കുറേ ടൈംസ് ഓർ ഈവൻ ആങ്സൈറ്റി ഓൾസോ presence with a lot of somatic symptoms. Somatic symptoms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി ആവാം, ചില സമയത്ത് പെയിൻ ആവും, മൾട്ടിപ്പിൾ പെയിൻ, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, അങ്ങനെയൊക്കെ, ചെസ്റ്റ് പെയിൻ, ബ്രീതിങ് ഡിഫിക്കൽട്ടി, ഇങ്ങനെയൊക്കെ നമുക്ക് ഇല്ലെങ്കിലും നമ്മൾക്ക് തോന്നുകയല്ല, ഇത് ശരിക്കും ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഐ വിൽ നോട്ട് സേ ദാറ്റ് ദേ ആർ ഷോയിങ് ഇറ്റ് ഓർ ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് ദെയർ. ഇല്ലാത്തൊരു കാര്യം അവർ കാണിക്കുക എന്നല്ല, ഇവർക്കുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അത് വളരെ റിയൽ ആണ്. പക്ഷെ അതിന് കാരണം ഇസ് നോട്ട് എനി ഫിസിക്കൽ ഓർഗൻ. ഇപ്പം ബ്രീതിങ് ഡിഫിക്കൽട്ടി ഹാർട്ടോ ലങ്സിന്റെ പ്രോബ്ലം കൊണ്ടല്ല, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ആങ്സൈറ്റി. ഓക്കെ, അല്ലെങ്കിൽ പെയിൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ മെന്റൽ പെയിൻ ഇസ് സോ ബാഡ് ദാറ്റ് ആൻഡ് ദേ ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് വയ്യ, എനിക്ക് എന്തോ നല്ലതായിട്ട് തോന്നില്ല, പക്ഷെ അത് ഫാമിലിയിൽ എപ്പോഴും ഡിസ്മിസ് ചെയ്ത് കളയും. ഒന്നുമില്ല, അവർക്ക് മടിയായിട്ടാ, അല്ലെങ്കിൽ അവന് മടിയായിട്ടാ ഒന്നും ചെയ്യാത്തത്, അതുകൊണ്ടാണ് പോകാത്തത്, അല്ലെങ്കിൽ ജോലിക്ക് പോകാത്തത് ഇതുകൊണ്ടാണ്. അപ്പോൾ അവർ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സിംറ്റംസിന് ആൾക്കാർ അറ്റൻഷൻ കൊടുക്കും, കേൾക്കും. ഇപ്പൊ കൈവേദന അല്ലെങ്കിൽ എനിക്ക് നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവരിബഡി വിൽ ബി ലൈക്ക് ഓക്കെ എന്നാ ഓർത്തോടെ എടുത്ത് പോവാം. അപ്പം ഇറ്റ് ഈസ് എന്തായിരുന്നു ആർ മൈൻഡ്സ് മെക്കാനിസം ഫോർ അസ് ടു റീച്ച് എ ഹോസ്പിറ്റൽ, ടു റീച്ച് സംവൺ ദാറ്റ് വിൽ ആ ഹെൽപ്പ് കിട്ടുന്ന ഒരാളുടെ അടുത്ത്. അപ്പം യൂഷ്വലി ഫിസിഷ്യൻസിന് ആർക്കായാലും ഇപ്പൊ ഏത് ഡോക്ടറായാലും കാണുമ്പോൾ ഐ തിങ്ക് ഇവൻച്വലി ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് റിലേറ്റഡ്. ആദ്യം മേ ബി ദേ വിൽ ഡു ഓൾ ദ ടെസ്റ്റ്, എക്സ്റേ ഒക്കെ ഓക്കെ റൂൾ ഔട്ട് ചെയ്യണം. അതൊക്കെ ചെയ്ത് ഇല്ലാന്നാവുമ്പോഴത്തേക്ക് അവർക്കും മനസ്സിലായി തുടങ്ങും ഇത് നോട്ട് റിലേറ്റഡ് ടു ഫിസിക്കൽ കംപ്ലൈന്റ്, ഇത് മനസ്സിനാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയാണ് റെഫറൽസ് ആണ് ഇവിടെ എനിക്ക് കൂടുതലും വരുന്നത്. റെസ്പിറേറ്ററിന്നും ഗ്യാസ്ട്രോയിന്നും അങ്ങനെയൊക്കെ ഒരുപാട് കേസസ് വരും. മെഡിസിനിൽ പോവുക, ഫിസിഷ്യന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ പോകുന്നത്, ചെസ്റ്റ് പെയിൻ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കാർഡിയോളജിന്റെ അടുത്തൊക്കെ പോയിട്ട് അവസാനം ഇവിടെ വരും. നമ്മൾ ട്രീറ്റ് ചെയ്താലും ഒരു 50%, 60% ഇംപ്രൂവ്മെന്റ് ഒക്കെ വരുള്ളൂ. ചില കേസസ് മൈറ്റ് ഹാവ് റെസിസ്റ്റൻസ് കാണും, എല്ലാ കേസിലും അല്ല, ചില കേസസ്. സോ ദോസ് കേസസ് യു വിൽ ഹാവ് ടു ഡു ഹയർ ഡോസിങ്ങും, നമുക്ക് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ആക്ച്വലി ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണോ? രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ രോഗം. ഇപ്പൊ നമുക്ക് എന്തൊരു ചുമയും പനിയും വരുന്ന പോലൊക്കെ തന്നെ ഡിപ്രഷൻ ഇൻ സൈക്കാട്രി ഈസ് എന്താ പറയുന്നത് ഈസിലി ട്രീറ്റബിൾ. ഓക്കെ, സൈക്കാട്രിസ്റ്റിന് എളുപ്പം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്, നല്ല റെസ്പോൺസ് ഉള്ള ഒരു അസുഖമാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് റെസ്പോൺസ് വെരി വെൽ വിത്ത് മെഡിസിൻസ് ആൻഡ് അഡിക്വേറ്റ് റിസർച്ചും മെഡിക്കേഷൻസും ഉള്ള ഒരു അസുഖമാണ്. പറഞ്ഞാൽ ഇഫ് യു സീ എ സൈക്കാട്രിസ്റ്റ് ഡെഫിനറ്റ്ലി യു വിൽ ഇംപ്രൂവ്. അങ്ങനത്തെ ഒരു അസുഖമാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി. സൈക്കാട്രിയിലും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ലൈക്ക് ദെർ വിൽ ബി സർട്ടൻ ഇൽനെസ്സസ് വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി വളരെ നമുക്ക് എളുപ്പമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ഇഫ് യു ഹാവ് ഡു ഗെറ്റ് ട്രീറ്റ്മെന്റ്. ഇപ്പോൾ അതുപോലെ ഏറ്റവും ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണോ അതോ ഇതും ഈ പറഞ്ഞ പോലെ ഒരു ടെമ്പററി പ്രശ്നമാണോ എന്ന് നമ്മൾ എങ്ങനെ സ്വയം മനസ്സിലാക്കാൻ പറ്റും? സ്വയം മനസ്സിലാക്കുന്ന പറഞ്ഞാൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ഇസ് ലൈക്ക് എ മൈൽഡർ വേരിയന്റ് ഓഫ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ബ്ലൂസ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പം അത് വിൽ ബി ഷോർട്ടർ ഡ്യൂറേഷൻ. ഓക്കെ, അത്ര ഒരു ഹിൻഡറിങ് ഒന്നും ആയിരിക്കത്തില്ല. യു വിൽ ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ദ ബേബി, ഗോ അബൌട്ട് യുവർ ലൈഫ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. ആക്ച്വലി ഇതൊക്കെ കാണുമായിരിക്കും ഇടയ്ക്ക്, പക്ഷെ ഇറ്റ് വിൽ ഡൈ ഡൗൺ ഇൻ എ ഫ്യൂ വീക്സ് ടൈം. വേറെസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഇസ് ഗോയിങ് ടു സ്റ്റേ ഫോർ ക്വൈറ്റ് സം ടൈം. ആൻഡ് നമുക്ക് കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ല, ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, കെയർ ചെയ്യാൻ പറ്റുന്നില്ല, സെൽഫായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ലോട്ട് ഓഫ് ഇഷ്യൂസ്, സൊമാറ്റിക് കംപ്ലയിൻസ് ആണ്, ഇങ്ങനെ ഓരോ സ്ഥലത്ത് വേദന, ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില കേസസിൽ ഇവൻ ഇൻ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഓൾസോ കുട്ടിയെ ഉപദ്രവിക്കാനുള്ള ചിന്തകളൊക്കെ ഇവൻ പോസ്റ്റ്പാർട്ടം സൈക്കോസിസിലാണ് അത് കൂടുതൽ കാണുന്നത്. പക്ഷേ ഇൻ സംടൈംസ് ഇൻ ഡിപ്രഷൻ ഓൾസോ അങ്ങനെ കൊല്ലാൻ നോക്കുക, അങ്ങനെ കേസസ് ഉണ്ടായിട്ടുണ്ട് വേർ മദർ ഹാസ് കിൽഡ് എ ബേബി ഇൻ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഓർ ഡിപ്രഷൻ. ഓ, അത് ശരി. അപ്പൊ ഇത് എത്ര കാലം നീണ്ടു നിൽക്കും? റഫ്ലി 1 year ഒക്കെയാണ് പറയുന്നത്. ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ സ്റ്റേ ബിയോണ്ട്
Okay, nothing like if you take treatment, yes, it can be easily sorted out. പക്ഷേ അതിനും പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ബി ലിറ്റിൽ കെയർഫുൾ. മെഡിസിൻസ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതാണോ, അങ്ങനെയൊക്കെ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ഒരു സപ്പോർട്ട്, സൈക്കാട്രിക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ ക്യാൻ ഗെറ്റ് ത്രൂ ദിസ് പീരീഡ്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ അത് ഇച്ചിരി മാനേജ് ചെയ്യാം. കാരണം യൂഷ്വലി വീട്ടുകാർക്ക് അത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. അൺടിൽ ഓവേർട്ട്ലി ഇവരൊരു സൈക്കോട്ടിക് ആയിട്ട് ബിഹേവ് ചെയ്യാതെ ഇവരത് നോർമലാണ്, ഷീ നോട്ട് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അത് വിചാരിക്കുള്ളൂ. സോ ഇറ്റ് ഗോസ് അൺമിസ്ഡ് എ ലോട്ട് ഓഫ് ടൈംസ്. അൺമിസ്ഡ് അല്ലെങ്കിൽ ഇവർ ആക്സസ് ചെയ്യാൻ അറിഞ്ഞാലും അതൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നത്? ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡിപ്രഷൻ ഇൻ ഇറ്റ് സെൽഫ് ഫോർ ഫീമെയിൽസ് നമ്മളൊരു ഹോർമോണൽ ഒരു ഇത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ എഫക്റ്റ് ഫീമെയിൽസിന് ഓവറോൾ ഡിപ്രഷൻ വി ആർ മോർ പ്രോൺ ഫോർ ഇറ്റ്. സ്റ്റഡീസ് എടുക്കുവാണെങ്കിലും റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞും ആക്ച്വലി മെയിൽ ആൻഡ് ഫീമെയിൽ ഡിപ്രഷൻ ഇസ് കൈൻഡ് ഓഫ് ഓൺ ദ സെയിം ലെവൽ. പക്ഷേ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഫീമെയിൽസ് ആണ് മോർ പ്രോൺ. സോ ദാറ്റ് ഹാസ് ബീൻ ആട്രിബ്യൂട്ടഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് to hormones, which is all this estrogen and all that. So pregnancy li hormone fluctuations come in very bad this thing. So adinte aanu actually oru one of the theories that it might be because of this. Pinna added stress of motherhood, it's not easy, right? അപ്പോൾ അത് കെയർ ചെയ്യുക, ഇതെല്ലാം ചെയ്യുക, ആ റെസ്പോൺസിബിലിറ്റി നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുമോ? ദെൻ ഹൗ വാസ് ദ പ്രഗ്നൻസി? വാസ് ഇറ്റ് ആൻ അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി? അതോ വെ യു പ്രിപ്പയർഡ് ഫോർ ദിസ്? സോ ഓൾ ദിസ് പ്ലേസ് എ റോൾ ഇൻ ഇറ്റ്. പക്ഷേ ഹോർമോൺ ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ ഇറ്റ്. ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ടുള്ള ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഉണ്ടോ? ബേബിയെ ഭയങ്കര ഓവേർട്ട് കൺസേൺ. ദിസ് കേസ് ഇസ് ലൈക്ക് ദാറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ലൈക്ക് ഷീൽ ബി വെരി പെർട്ടിക്കുലർ. എന്ന് പറഞ്ഞാൽ അത് കുറേ ട്രൈ ചെയ്ത് കുറേ ഇവർ പ്രാർത്ഥിച്ച് കുറേ കഷ്ടപ്പെട്ടുണ്ടായ ഒരു ബേബിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? അപ്പോൾ ഇപ്പം ഒരു സിർലാക്ക് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഷീൽ റീഡ് എവറിഥിങ് ദാറ്റ് ഇസ് ദെയർ ഇൻ ഇറ്റ് ആൻഡ് ഷീ വിൽ ഗൂഗിൾ ഓൾ ദി തിങ്സ്. കൊച്ചിനെ വേറെ ആരും എടുക്കുന്ന ഇഷ്ടമല്ല, ഓൺലി ഷീ ഹാസ് ടു ടേക്ക്. ഈവൻ ഹസ്ബൻഡ് പോലും കുറച്ച് നേരം പോലും കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, കുട്ടിക്ക് എന്തെങ്കിലും ആവുമോ, ഇങ്ങനെയൊക്കെ ഒരു പിക്ചറാണ്. പിന്നെ സ്വന്തമായിട്ടുള്ള കെയർ ഒക്കെ അപ്പോൾ കുറഞ്ഞു. ആൻഡ് വെരി ഒബ്സസീവ്. എല്ലാവരോടും ഇങ്ങനെ കൈ കഴുകിയിട്ട് കൊച്ചിനെ തൊടാവുള്ളൂ, ഇങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ. ഒരു OCD പിക്ചർ പോലെ ഉണ്ട്. പക്ഷെ ആസ് സച്ച് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കേസാണ്. ബിക്കോസ് കുറേ ഇൻഫെർട്ടിലിറ്റി ഒക്കെ സഫർ ചെയ്തിട്ടുണ്ടായ ബേബിയാണ്. പ്രഗ്നൻസി വാസ് ഓൾസോ കോംപ്ലിക്കേറ്റഡ്. ഷി വാസ് ഓൾഡർ ഏജ് ഗ്രൂപ്പ് ആയിരുന്നു, അപ്പോൾ ഹൈ റിസ്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബേബി വാസ് ബോൺ പ്രീ ടേം. സോ ഇത് കാരണം ഓവേർഡ് ഭയങ്കര കൺസേൺ. സോ ദാറ്റ് patient is right now also in therapy ആണ് ഇപ്പം റൈറ്റ് നൗ ചെയ്യുന്നത്. കാരണം ബ്രസ്റ്റ് മിൽക്കിൽ എന്തായാലും മെഡിസിൻസ് കൊടുക്കുവാണെങ്കിൽ മൈൽഡർ വേരിയൻറ്റ് ഓൾസോ സെക്രീറ്റ്സ്. വി ക്യാൻ ടെക്നിക്കലി സ്റ്റഡീസ് SSRIs കൊടുക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇഫ് വി ക്യാൻ മാനേജ് ഇറ്റ് വിത്ത് തെറപ്പി ദെൻ വൈ ഗോ ടു മെഡിസിൻസ്? അതുകൊണ്ട് അങ്ങനെ. ഇനി OCD എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ അറിയുന്ന OCD എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കൈ കഴുകിക്കൊണ്ടിരിക്കുക, ക്ലീൻ ആയിരിക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ് ആണ്. അതാണോ സത്യത്തിൽ OCD എന്ന് പറയുന്നത്? അല്ല, ആക്ച്വലി OCD എന്ന് പറയുന്ന എനി തോട്ട്, എനി മെമ്മറി, എനി ഫീലിംഗ്, എനി ഏർജ്, എനി ഐഡിയ, എനിത്തിങ്, ഓക്കെ, എനി ഇമേജ്, എന്തും വിച്ച് ഇസ് റെപ്പിറ്റേറ്റീവ്, which is intrusive and which is distressing to the person. Okay, ego dystonic എന്നാണ് ഇതിനെ സയന്റിഫിക്കലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള. അപ്പം ഇത് എന്ത് വേണമെങ്കിലും ചിന്തയാം. ഇൻട്രസ്റ്റിംഗ് കേസസ് ആർ ലൈക്ക് ഐ ഹാവ് സീൻ വയലന്റ് ഫോംസ് ഓഫ് OCD where a school teacher who loves children had this എന്തായിരുന്നു urge to murder these children. That also not like സാധാരണ മർഡർ എന്നല്ല, വയലൻ്റ്ലി, ലൈക്ക് കല്ലിലിടിച്ച് കൊല്ലുക, അങ്ങനെ കുത്തിക്കൊല്ലുക, അങ്ങനെയൊക്കെ ഭയങ്കര വയലൻറ്റ് തോട്ട്സ്. സോ ഷീ ഹെൽഡ് ഓൺ ഫോർ 6 months. അവർ ഒന്നും ചെയ്ത് സ്റ്റിൽ ഗോയിങ് ഫോർ വർക്ക്, കൺട്രോളിങ് ഇറ്റ്, ഓൾ ദാറ്റ്. പിന്നെ ഷീ എൻഡഡ് അപ്പ് ഇൻ OPD only when she has a son who is like 7 years old or something like that. ആ കൊച്ചിനെ കൊല്ലണം എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പേടിയായിട്ട് ഷീ കേം. സോ ദിസ് ഇസ് വൺ ഫോം. OCD can be anything which can be hurting to you, which can be, you know, എന്താ നമുക്ക് ഹേർട്ട് ആവുന്ന എന്ത് വേണമെങ്കിലും കാര്യം OCD ആയിട്ട് വരാം. പിന്നെ സെക്ഷൽ OCDs ഉണ്ട്. എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ആർ നോട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ്, ഹു ആർ വെരി, യുനോ, ലൈക്ക് എന്താ പറയുന്നത്, ഐ ഹാവ് ടു ഹാവ് only one partner, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്, where they feel like having sex with anybody that they see. Doesn't have to be someone that they are attracted to also. അങ്ങനെ ഒന്നും വേണമെന്ന് പോലും ഇല്ല. പിന്നെ I have had another interesting case of a child who, that 13-year-old child who's very religious,
ആ കുട്ടിക്ക് OCD എന്ന് പറയുന്നത് ഷീ വാണ്ടഡ് ടു ലൈക്ക് അബ്യൂസ് ഗോഡ്. പിക്ചർ കാണുമ്പോൾ അബ്യൂസ് ചെയ്യണം, ദൈവത്തിന്റെ പിക്ചർ ആണ്. ഷീ ഈസ് എ വെരി റിലീജിയസ് ചൈൽഡ്. അപ്പോൾ അത് യു കെൻ ഇമാജിൻ ഹൗ ഡിസ്ട്രെസ്സിങ് ഇറ്റ് ഇസ് ഫോർ ദാറ്റ് പേഴ്സൺ. സോ ഇറ്റ് വിൽ ബി വെരി ഡിസ്ട്രെസ്സിങ് OCD. അപ്പം ഈ തോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്ട്രെസ് ഫീൽ ചെയ്യും. അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ആങ്സൈറ്റി വരും. അപ്പോൾ നമുക്ക് നെഞ്ചിടിക്കുക, ഒരുമാതിരി പരവേഷമൊക്കെ തോന്നും. അപ്പം OCD ഈസ് ആക്ച്വലി കാറ്റഗറൈസ്ഡ് ഇപ്പോഴത്തെ ന്യൂവർ ക്ലാസിഫിക്കേഷൻ വെച്ച് അണ്ടർ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. സോ സൂപ്പർഫിഷ്യലി നോക്കുമ്പോൾ OCD ആങ്സൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഈ ചീത്ത ചിന്തകൾ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരായാലും സങ്കടത്തിൽ ഗോയിങ് ടു ഡിപ്രഷൻ. സോ ഡിപ്രഷൻ ഓൾവേസ് അക്കംപനീസ് OCD, ലോങ് സ്റ്റാൻഡിങ് യൂസ്. OCDയും കംപ്ലീറ്റ് ആയിട്ട് മരുന്ന് കൊടുത്ത് ക്യൂർ ചെയ്യാൻ പറ്റുമോ? യെസ്, OCD നല്ലതായിട്ട് മെഡിസിൻസ് ഉണ്ട്, നല്ലതായിട്ട് റെസ്പോൺസീവ് ആണ് യൂഷ്വലി. ബട്ട് ദർ ആർ സർട്ടൻ കേസസ് വിച്ച് ക്യാൻ ബി റെസിസ്റ്റന്റ്. അതിന് അപ്രോപ്രിയറ്റ്ലി വിൽ ഹാവ് ടു ടേക്ക് സ്റ്റെപ്സ്. തെറപ്പി ഉണ്ട് OCDക്ക്. ആൻഡ് ഓൾസോ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് മൈറ്റ് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി OCD 1.5 years ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ സർട്ടൻ കേസസ് നമ്മൾ 1.5 years ആ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ട്രീറ്റ്മെന്റ് നിർത്താനുള്ള സ്റ്റേജസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് പിന്നെയും പ്രശ്നങ്ങൾ വരും. സോ ദെൻ മൈറ്റ് ഹാവ് ടു ടേക്ക് ട്രീറ്റ്മെന്റ് ഫോർ ലൈഫ് ലോങ്. ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ്. നമുക്ക് എല്ലാവർക്കും ലൈഫ് ലോങ് അങ്ങനെയൊന്നും വേണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആക്ച്വലി ഒരു 1.5 years പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഒരു സൈക്കാട്രിസ്റ്റിന് അണ്ടർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് OCD. ഈ OCDയുടെ ഒരു സബ്സെറ്റ് ആണോ ഈ ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്നത്? എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ, ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ വളരെ നല്ല ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വേറൊരാളായിട്ട് മാറുന്നത് കാണാം. അങ്ങനെയൊക്കെ ഭയങ്കര നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഫേസ് അവരുടെ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒരു ബൈപോളറിൽ വരുന്നതാണോ? നോട്ട് റിയലി. ബൈപോളാർ എന്ന് പറയുന്നത് ഇപ്പോൾ ബൈപോളർ എഫക്ട് സൈക്കാട്രിയിൽ 2 ആണ് മേജർ അസുഖങ്ങൾ. വൺ ഇസ് സ്കിസോഫ്രീനിയ, വൺ ഇസ് ബൈപോളാർ. സോ ബൈപോളാർ ഇസ് എ മേജർ സൈക്കാട്രിക് ഇൽനെസ്. അപ്പോൾ അത് എന്താ പറയുക, ഇങ്ങനെ മാറിയും മറിഞ്ഞും ഓക്കെ എപ്പിസോഡിക് ആണ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. പക്ഷെ നോട്ട് ലൈക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞപ്പോൾ ദേഷ്യം വരുന്നത്. പ്രോബബ്ലി ദാറ്റ് ഇസ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നാൽ ദേ ഹാവ് പുവർ ഇമോഷണൽ കൺട്രോൾ. അപ്പം ചെറിയ കാര്യത്തിന് ഇപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും ഒരു കാര്യത്തിന് ഇത്രയും വലിയൊരു റിയാക്ഷൻ അവരുടെ നിന്ന് വേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ ഉള്ള റിയാക്ഷൻ ആണ് വരുന്നതെങ്കിൽ പ്രോബബ്ലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ബൈപോളർ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടിന്യൂസ് പിക്ചറാണ്, ലൈഫ് ലോങ് ഇൽനെസ് ആണ്. ബൈപോളർ എന്നൊരു ഡയഗ്നോസിസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്യൂർ ആകുന്നില്ല ഒരിക്കലും. That is a lifelong illness that is going to stay lifelong, and you need treatment also lifelong. In spite of that treatment, there will be ups and downs. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് കൂടും, പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കുറച്ചും കൂടെ ഒരു കൂട്ടി റേഞ്ചിൽ കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെയും താഴെ. അപ്പോൾ നമുക്കൊരു മെയിൻ്റനൻസ് ഫേസിൽ കൊണ്ടുപോകും. ബൈപോളർ ഇസ് ലൈക്ക് ദാറ്റ്. ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ് അതൊക്കെ വരുമ്പോഴത്തേക്കും there will be an exacerbation. സോ ബോർഡർ ലൈൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പം അത് 18 years കഴിഞ്ഞാണ് നമ്മൾ യൂഷ്വലി ഡയഗ്നോസ് ചെയ്യുക. ആൻഡ് അഗൈൻ ലൈഫ് ലോങ് പേഴ്സണാലിറ്റി ആരുടെ മാറ്റാൻ പറ്റില്ല. ഈ ബൈപോളാർ വരുന്നവർക്ക് അപ്പോൾ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ? യെസ്, യു ക്യാൻ അണ്ടർ മെഡിക്കേഷൻസ്. ഐ നോ പീപ്പിൾ വിത്ത് ബൈപോളർ ഡിസോർഡർ ഹു ആർ HODs ഇൻ മെഡിക്കൽ പ്രൊഫഷൻ. HOD of I know psychiatric HOD who is actually a bipolar patient. There are doctors, there are people holding high positions, okay, who are bipolar patients, പക്ഷേ on medicines. And very aware that അവർക്ക് എടുക്കണം അങ്ങനെ. And very regular with medicines. Yes, cardiologist, I know cardiologist who's also a bipolar patient. അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. Bipolar, one good thing is that schizophrenia compare ചെയ്ത് even though ഒരു ലൈഫ് ലോങ് ഇൽനെസ് ആണെങ്കിലും കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സ്കിസോഫ്രീനിയയിൽ നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് യു ഹാവ് എൻ PhD in maths or maths, we'll think 10 years of untreated schizophrenia, you won't be able to do ഒരു ചെറിയ മാത്സ് പ്രോബ്ലം പോലും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് പോകും. സ്കിസോഫ്രീനിയയിൽ അങ്ങനെ നമ്മുടെ സ്കിൽസ് എല്ലാം നഷ്ടപ്പെടും. കുക്ക് നല്ലൊരു അമേസിങ് കുക്കാണെങ്കിൽ വിത്ത് ടൈം യു വോണ്ട് ബി ഏബിൾ ടു കുക്ക് ചെയ്യാം. പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ അതൊന്നും കറക്റ്റ് ആകുന്നില്ല. ഉപ്പ് കൂടിപ്പോയി, എരിവ് കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ ആവും. ഓക്കെ, പക്ഷെ ബൈപോളാറിൽ ഈ പ്രശ്നം വരുന്നില്ല. കോഗ്നിറ്റീവ് സ്കിൽസ് റിമെയിൻ ഇൻടാക്ട്. ഇപ്പോൾ ഇഫ് യു ആർ എ PhD in maths, when you are normal, you still be able to do all that you know. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ജോബൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഫ് ദേ ആർ ഓൺ മെഡിസിൻസ് ആൻഡ് ടേക്കിംഗ് പ്രോപ്പർ കെയർ ദേ ക്യാൻ മെയിൻറ്റെയിൻ. കുഴപ്പമൊന്നുമില്ല. സ്കിസോഫ്രീനിയ ഇസ് ടോട്ടലി എ ഡിഫറെന്റ് സ്റ്റോറി. അത് വരുമ്പോൾ വേറെ. ഇപ്പോൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വേറെ കൂടുതൽ വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ന്യൂലി മാരിഡ് കപ്പിൾസ് ഒത്തിരി പേര് വന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ ന്യൂലി മാരിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വലിയ പ്രശ്നങ്ങൾ? കാരണം നമ്മൾ പൊതുവെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ചെറിയ ചെറിയ ഇഷ്യൂസിനാണ് ഇവരൊക്കെ ഡോക്ടറെ കാണാൻ പോകുന്നത്, ഇവർക്ക് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി എന്താണ് ഈ ന്യൂലി മാരിഡ് കപ്പിൾസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ
it can be like both people coming from different backgrounds. If love marriage, arranged marriage, in both it is the same thing. Because two people are never going to be from the same background. രണ്ടുപേരും വളർന്ന സിറ്റുവേഷൻ വേറെ, വീട്ടിന്റെ അറ്റ്മോസ്ഫിയർ വേറെ, അപ്പോൾ അതൊക്കെ വേറെ. അപ്പോൾ രണ്ടാൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബോത്ത് ഓഫ് ദം ഹാവ് ടു അഡ്ജസ്റ്റ്. ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ ക്ലാഷ് എന്തായാലും ഉണ്ടാവും. അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റ് സംടൈംസ് ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും പ്രശ്നം. അല്ലെങ്കിൽ കുട്ടികളില്ല, ചിലപ്പോൾ ന്യൂലി മാരിഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1-2 ഇയേഴ്സിലാണെങ്കിൽ ചിലപ്പോൾ കുട്ടികളില്ലാത്തായിരിക്കും ചിലപ്പോൾ പ്രശ്നം. ആൻഡ് പ്രോബ്ലി ദേ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഫാമിലി ഈസ് ദ വൺ ക്രിയേറ്റിംഗ് പ്രോബ്ലംസ് പ്രോബബ്ലി. പിന്നെ സെക്ഷുവൽ ലൈഫിൽ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, അതൊരു ഇഷ്യൂ ആവും. അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് സംശയിക്കുന്നു, അല്ലെങ്കിൽ വൈഫ് സംശയം, അപ്പോൾ വർക്കിനെ എഫക്ട് ചെയ്യുന്നു, സോഷ്യൽ ലൈഫിനെ എഫക്ട് ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അമങ്സ്റ്റ്. പിന്നെ ലോങ് സ്റ്റാൻഡിംഗ് ഒക്കെ ആണെങ്കിൽ യൂഷ്വലി ബോത്ത് ഓഫ് ദം എന്തായിരുന്നു, ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചു, അങ്ങനെ ആകുമെന്ന് വിചാരിച്ചു, ആയില്ല, ഓൾ ദിസ് ക്യാൻ ഹാപ്പൻ. പക്ഷെ ന്യൂലി മാരിഡിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് മെയിൻ ഒരു ഇഷ്യൂ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ love marriage actually I think more problems because they have higher expectations. Arranged marriage നമുക്ക് കുറച്ചും കൂടെ I think expectations ഇച്ചിരി കൂടെ on the lower end ആണ്, so it is little bit okay. Love marriage they are expecting that ഈ സ്നേഹിക്കുന്ന സമയത്തൊക്കെ നടന്ന പോലെ തന്നെ കല്യാണം കഴിച്ച് നടക്കണം. അത് മോസ്റ്റ്ലി the men don't do that. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ശരി കാര്യമില്ല, then they'll go അവരവരുടെ വർക്ക് അല്ലെങ്കിൽ മോർ അല്ലാത്ത കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രയോറിറ്റൈസ്. അപ്പം they feel like ഓ എന്നെ ഇപ്പം ശ്രദ്ധിക്കുന്നില്ല, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്നെ വേണ്ട, അങ്ങനെ. അപ്പം ഇതൊരു മേജർ പ്രശ്നമാണ്. ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന പ്രോബ്ലംസ് അല്ലേ ഡോക്ടറെ, അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഉണ്ടായി വന്ന പ്രശ്നങ്ങളാണ് ഇതല്ല? നോ, ഐ തിങ്ക് ബിഫോർ ദ തിങ് വാസ് ദാറ്റ് പീപ്പിൾ വെയർ എന്താ പറയുക, ഫീമെയിൽസ് വെയർ കുറച്ചും കൂടെ ഒരു ഹോം മേക്കർ അങ്ങനത്തെ ഒരു റോളായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ഫീമെയിൽസ് പുറത്ത് പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. സോ ആൻഡ് ദേ ആർ മിംഗ്ലിംഗ് വിത്ത് ലോട്ട് ഓഫ് അതർ ഫീമെയിൽസ്. അപ്പം ഐ തിങ്ക് അവരുടെ എക്സ്പെക്ടേഷൻ ഫ്രം എ റിലേഷൻഷിപ്പ് ഹാസ് ചേഞ്ച്ഡ്. പണ്ടത്തെ ഫീമെയിൽസ് വെയർ വില്ലിംഗ് ടു അഡ്ജസ്റ്റ് ടു ദ കോർ. ഓക്കെ, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഫ് ദേ ഫീൽ that their partner is not meeting their needs or demands, appo adu they are thinking that why should I stay with such a partner? And I don't think anything is wrong with that. Like as a partnership, marriage is another partnership ആണ്. So both should be supporting, both should adjust, രണ്ടുപേരും അഡ്ജസ്റ്റ്. അല്ലാതെ ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേയാൾ ലൈക്ക് ഗോയിങ് ഔട്ട് സൈഡ് ഹാവിങ് ഫൺ ആൻഡ് ഒരാൾ വീട്ടിൽ ഇരുന്ന് കുട്ടികളെ നോക്കി, ദാറ്റ് ഐ ഫീൽ ഇസ് നോട്ട് റൈറ്റ്. പക്ഷെ whatever. അപ്പൊ അന്നത്തെ കാലത്ത് ഇതായിരുന്നു. then they don't have the independence to go out. ലൈക്ക് കല്യാണം ബ്രേക്ക് ചെയ്താൽ പിന്നെ എങ്ങനെ മുന്നോട്ടെന്ന് അവർക്ക് അറിയില്ല. ഇന്നത്തെ കാലത്ത് lot of the females have their own jobs and probably might some cases they earn better than their husbands. So they feel that ഇല്ലെങ്കിലും if I divorce I can live a good life, so then why not? ഈ ഡിവോഴ്സ് റേറ്റുകൾ അതുകൊണ്ട് തന്നെ കൂടുന്നുണ്ടോ? Yes, and now people are not willing to compromise ഇത്രയും. പിന്നെ then there are a lot of issues. I think അന്നത്തെ കാലത്ത് ഡ്രഗ് യൂസ് അതൊക്കെ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇപ്പോഴും ആൽക്കഹോൾ അല്ലെങ്കിൽ കേരളത്തിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അതർ സബ്സ്റ്റൻസ് യൂസ് ഒരു മേജർ ഫാക്ടറാണ് ഡിവോഴ്സും അല്ലെങ്കിൽ മാരിറ്റൽ പ്രോബ്ലംസിൽ. ഓക്കെ, അത് ഒരു മേജർ ഇഷ്യൂ തന്നെയാണ്. ഒരു കാലത്ത് ഭയങ്കരമായി കേട്ടോണ്ടിരുന്ന ഒരു കാര്യമാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയാ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ വരെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 5 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് പറയും, നമ്മൾ അറിയാതെ പറയും. ഇത് ഇങ്ങനെയൊക്കെയാണോ? ഇതിലെ സത്യം എന്താണ്? ഹിപ്നോതെറപ്പി, യെസ്, ഇഫ് ഹിപ്നോട്ടൈസ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ബ്രിങ് ബാക്ക് എ ലോട്ട് ഓഫ് മെമ്മറീസ് ദാറ്റ് പ്രോബബ്ലി ഹാസ് ബിൻ എന്താ പറയുക ബറീഡ് ആൻഡ് എവറിത്തിങ്. അത് ശരിയാണ്, കറക്റ്റാണ്. പക്ഷേ ഹിപ്നോതെറപ്പി ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആൻഡ് അവർ വില്ലിംഗ് ആയിട്ട് ഇൻ സർട്ടൻ കേസസ് ഇപ്പോൾ അഡിക്ഷൻസിന്, സ്മോക്കിംഗ് നിർത്താൻ, ഈറ്റിംഗ് ഡിസോർഡേഴ്സിനൊക്കെ ദർ ആർ സ്റ്റഡീസ് ആൻഡ് ദർ ആർ പീപ്പിൾ ഹു യൂസ് ഇറ്റ് ഫോർ ദാറ്റ് കൈൻഡ്. അല്ലാതെ ഇത് ആക്ച്വലി ഒറിജിനലി സ്റ്റാർട്ട് ചെയ്തത് ഫ്രോയിഡാണ്, സിഗ്മണ്ട് ഫ്രോയിഡാണ്. അപ്പം അത് ഹി വാണ്ടഡ് ടു നോ പീപ്പിൾ, ആൾക്കാരുടെ ഇന്നർ കോൺഫ്ലിക്ട്സ് ഒക്കെ അറിയാൻ. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു യൂസേജ് ആസ് സച്ച് ഇല്ല. സോ നോബഡി ഈസ് ട്രൈങ് ടു ഹിപ്നോട്ടൈസ് യു വിത്തൗട്ട് യുവർ കൺസെന്റ്. ഇപ്പോൾ യു കം ആൻഡ് ടെൽ മീ ദാറ്റ് യു വാണ്ട് ടു ബി ഹിപ്നോട്ടൈസ്ഡ്, അങ്ങനെയാണെങ്കിലേ ഒരു ഹിപ്നോതെറപ്പിയിലോട്ട് അത് പോകുന്നുള്ളൂ. അല്ലാതെ ആരും വെറുതെ ഹിപ്നോതെറപ്പി ചെയ്ത് ഉടനെ ആരുടെ സീക്രട്സ് ഒന്നും അറിയാം അങ്ങനെയൊന്നും ഇല്ല. അല്ല, അങ്ങനെ അറിയാൻ പറ്റൂ? ഇപ്പൊ ഞാനൊരു കൺസെന്റ് തരുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങളൊക്കെ എടുക്കാൻ there are studies, yes, there is proof that you can take up things which not like unconscious mind ഉള്ളതല്ല, പക്ഷെ something that has happened which you have in your psyche somewhere which has been buried under some things. Yes, അത് നമുക്ക് ട്രിഗർ വെച്ച് അത്, പക്ഷേ it will take multiple attempts, not that easy. ഇപ്പോൾ സംതിങ് ഇപ്പം
വിച്ച് യു ആർ നോട്ട് അവെയർ ഓഫ്. ഇപ്പം ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് ഫോർത്ത്. അത് നമ്മൾ തിരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ അത് കുറച്ച് പാടാണ്. ഇറ്റ് ടേക്ക് മൾട്ടിപ്പിൾ സെഷൻസ്. ക്യാൻ ബി ഇഫ് സംബഡി ഹാസ് ലോസ് സം. അപ്പം മെമ്മറി പോയ ആൾ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടന്നു, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഓർക്കണം അങ്ങനെയൊക്കെ. പക്ഷേ ഹിപ്നോതെറപ്പി ഇൻ ടുഡേസ് മോഡേൺ പ്രാക്ടീസ് ഇസ് നോട്ട് പ്രാക്ടിസ്ഡ് ആസ് സച്ച്. നമ്മളങ്ങനെ ഒരു ഉപയോഗിക്കാൻ ആസ് സച്ച് അൺഎത്തിക്കലായിട്ടാണ് വിത്തൗട്ട് ദെയർ കൺസെന്റ്. ദെയർ കൺസെന്റിങ് ഫോർ ഇറ്റ് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അങ്ങനെയാണ്. അതെ, ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പണ്ടത്തെ സിനിമകളിലാണ് കണ്ടിട്ടുള്ളത്, ആൾക്കാരെ ഷോക്ക് അടിപ്പിക്കുന്നു, ഇങ്ങനെ വയ്യാണ്ടായി കിടക്കുന്നു. ഇത് തന്നെയാണോ ഷോക്ക് ട്രീറ്റ്മെന്റ്? അപ്പോൾ ഇതിൽ മെയിൻലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ പാസിങ് ഇലക്ട്രിക്കൽ കറന്റ് ത്രൂ ബ്രെയിൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രോഡ്സ് വയ്ക്കും. പല പല ടൈപ്പ് ഓഫ് പ്ലേസ്മെന്റ് ഉണ്ട്. കോമൺലി പ്രിഫേർഡ് ഇസ് ബൈ ടെമ്പറൽ. എന്തിനാണ് ഇത് ചെയ്യുന്നത് ഷോക്ക് ട്രീറ്റ്മെന്റ്? ഷോക്ക് ട്രീറ്റ്മെന്റ്സ് ആർ യൂഷ്വലി ഡൺ ഫോർ ഓൾ റെസിസ്റ്റന്റ് കേസസ്. അതിപ്പോൾ റെസിസ്റ്റന്റ് സ്കിസോഫ്രനിയ ആവും, റെസിസ്റ്റന്റ് OCD ആവും, റെസിസ്റ്റന്റ് ഡിപ്രഷൻ ആവും, ഓക്കെ, മേനിയ, എനിത്തിങ് ദാറ്റ് ഇസ് റെസിസ്റ്റന്റ് ടു ഡ്രഗ് ട്രീറ്റ്മെന്റ്. ഫാർമസി വെച്ച് നമുക്ക് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് വെച്ച് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് നോക്കി പക്ഷെ ശരിയാകുന്നില്ലെങ്കിൽ ECT വർക്ക്സ് വണ്ടേഴ്സ്. ഓക്കെ, ഷോക്ക് എന്ന് പറയുന്ന സാധനം ഇസ് വണ്ടർഫുൾ. ആൻഡ് പണ്ടത്തെ പോലെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നുമില്ല അന്നത്തെ കാലത്ത്. യെസ്, ബിക്കോസ് അന്ന് ഇവർ അനസ്തീസിയ ഒന്നും യൂസ് ചെയ്യുന്നില്ല, മസിൽ റിലാക്സൻറ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഈ ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്ത് നമ്മൾ സീഷേഴ്സ് ഇൻഡ്യൂസ് ചെയ്യാണ് ഇവരിൽ. അപ്പോൾ സീഷേഴ്സ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ബോൺ ഫ്രാക്ചേഴ്സ് ഒക്കെ വരും, സ്പൈനൽ ഇഞ്ചുറീസ് അന്ന് വരുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ ഇൻ എ വെരി കൺട്രോൾഡ് എൻവയൺമെൻറ്റ്. യൂഷ്വലി മൈനർ OTസിലാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് അനസ്തറ്റിസ്റ്റ് പ്രസൻറ്റ് ആയിരിക്കും. സോ വി ഗിവ് ഓൾ ദിസ് മസിൽ റിലാക്സിൻ്റെ എല്ലാം. അപ്പം ഇവർ സീഷർ നമ്മൾ ഈ കൊടുക്കുന്ന ഇസ് ലൈക്ക് ഫോർ ദ സീഷർ ഇസ് ഇൻഡ്യൂസ്ഡ് ഓൺലി ഫോർ 30 seconds, 20 to 40 അത്ര ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അത്രയും സെക്കൻഡ്സിനെ നമ്മൾ ആ സീഷർ ഉള്ളൂ. അതും നമ്മളൊരു ലിംബ് ഐസൊലേറ്റ് ചെയ്യും. ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു ലെഗ് നമ്മൾ BP കഫ് വെച്ച് ഐസൊലേറ്റ് ചെയ്യും. ഐസൊലേറ്റ് പറഞ്ഞാൽ ആ സ്ഥലത്ത് മാത്രമേ ഈ സീഷർ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സീഷർ കാണുന്ന പോലും ഇല്ല. യു ആർ ഗിവിംഗ്. സോ ഫോർ മീ ടു റെക്കോർഡ് എത്ര നേരം ഈ സീഷർ നടന്നു, വി വിൽ ഐസൊലേറ്റ് എ ലിംബ് ബൈ യൂസിങ് എ ബ്ലഡ് പ്രഷർ കഫ് ആൻഡ് വി വിൽ ഇൻഫ്ലേറ്റ്. ആൻഡ് ആ ഒരു സ്ഥലത്ത് മാത്രമേ ഈ മസിൽ റിലാക്സൻ്റ് അല്ലെങ്കിൽ ഇത് പോകത്തില്ല. അപ്പോൾ ആ ഫീറ്റിൻ്റെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് ഈ സീഷർ നടക്കുന്നത്. ആൻഡ് വിത്ത് ദാറ്റ് ഇറ്റ് ഇസ് ഈവൻ എന്താ പറയുന്നത്, സീഷർ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് അങ്ങനെ വേദന അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഈ TV-യിൽ ഇത് കണ്ട് ആൾക്കാർ ലൈക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കേൾക്കുമ്പോൾ അങ്ങ് അയ്യോ പറ്റില്ല അങ്ങനെയൊക്കെ. പക്ഷേ ഇറ്റ് ആക്ച്വലി ഈസ് എ വണ്ടർഫുൾ ട്രീറ്റ്മെന്റ് ഫോർ പേഷ്യൻസ്, സെലക്റ്റീവ് പേഷ്യൻസ്. ഒന്നും ട്രീറ്റ് ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ ഇത് വെച്ച് നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. ആൻഡ് സേഫ് ഇൻ പ്രഗ്നൻസി. ഇപ്പോൾ സൈക്കോസിസ് ഉള്ളൊരു പേഷ്യൻ്റ് ആണ്, നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതിയാണെങ്കിൽ പ്രഗ്നൻസിയിൽ ഏറ്റവും സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ആണ് ECT ഷോക്ക്. ശരി. അപ്പൊ ഏതായാലും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കട്ടെ അല്ലേ? താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക്സ് ഫോർ യുവർ ടൈം. അടുക്കള ടോപ്പാക്കാൻ ടോപ്പ് ലൈൻ. Topline Kitchenware, the cooking specialist. ടു ക്രിയേറ്റീവ് മൈൻഡ്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുമേഷ് ചന്ദ്രൻ, ശിവദ എന്നിവർ അഭിനയിച്ച ജവാനും മുല്ലപ്പൂവും വിജയകരമായി പ്രദർശനം തുടരുന്നു.